സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഒരു വീടിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണം നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ എല്ലാ ബ്ലോക്ക് വർക്ക് എക്സ്റ്റീരിയർ ആയിട്ടുള്ള വാൾസ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം റൂഫ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ചെറിയൊരു സൺഷെയ്ഡിൻ്റെ ഒരു മോഡലും കൂടി ക്രിയേറ്റ് ചെയ്തു. ഇത്രയാണ് ഇപ്പോൾ നമുക്ക് വന്ന് നിൽക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇനി വിൻഡോസ് എല്ലാം വെക്കണം, ഡോർസ് വെക്കണം, ഈ സൈഡിൽ ഡോർ വെക്കണം. അതിനുശേഷം എല്ലാ ഔട്ട് സൈഡിൽ വരുന്ന ഡിസൈൻ എലമെന്റ്സ് എല്ലാം ചെയ്യണം. സൺഷെയ്ഡ് കാര്യങ്ങളെല്ലാം, വേറെ എന്തെങ്കിലും ഡിസൈൻ എലമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അതിനുശേഷം മുകളിൽ പേരപ്പറ്റ് കാര്യങ്ങളെല്ലാം വരണം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഔട്ട് സൈഡിൽ കോമ്പൗണ്ട് വാള് അങ്ങനെ എന്തെങ്കിലും ലാൻഡ്സ്കേപ്പിന്റെ ഡിസൈൻ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തിട്ട് അത്രയാണ് ഒരു മോഡലിംഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വീടിൻ്റെ ഒരു മോഡൽ റെൻഡർ ചെയ്യുന്നതിന് മുമ്പ്, ദാറ്റ് മീൻസ് ഒരു ഫോട്ടോ റിയലിസ്റ്റിക് ഇമേജ് ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്ത് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ 3 സീനെല്ലാം ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സീൻ നമ്പർ 1 അതൊരു നമുക്കൊരു ഐസോമെട്രിക് വ്യൂവിൽ ഒരു ഫ്രണ്ട് ഭാഗം കാണുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ സീൻ നമ്പർ 2 റൈറ്റ് സൈഡിലെ ഒരു ഭാഗം കാണുന്ന പോലെയും സീൻ നമ്പർ 3 ലെഫ്റ്റ് സൈഡ് കാണുന്ന പോലെയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലെയറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ടാക്സ് നോക്കിയാൽ അറിയാൻ പറ്റും. ലെയറിൽ വാളും സൺഷെയ്ഡും ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബും ഫൗണ്ടേഷനും ഫ്ലോർ പ്ലാനും എല്ലാം നമ്മൾ ലെയർ തിരിച്ചിട്ടിട്ട് അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാനിപ്പോ ഇവിടെ ഒരു സൺഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇനിയിപ്പോ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇനി സൺഷെയ്ഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ വിൻഡോസ് ഉണ്ട്, ഇവിടെ വിൻഡോസ് ഉണ്ട്, ബാക്ക് സൈഡ് എല്ലാം വിൻഡോസ് ഉണ്ട്, ഇവിടെയും വിൻഡോസ് ഉണ്ട്. അപ്പോൾ എല്ലാ വിൻഡോസ് വരുന്ന ഭാഗത്ത് നമുക്ക് സൺഷെയ്ഡ് വേണം. അതിനെന്തെങ്കിലും പർട്ടിക്കുലർ ഡിസൈൻ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനുള്ള ഒരു ഭംഗി ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു സൺഷെയ്ഡ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള സൺഷെയ്ഡ് തന്നെ നമുക്ക് ബാക്കി വരുന്ന ഏരിയാസിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന്റെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഒരു സൺഷെയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സൺഷെയ്ഡിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു സൺഷെയ്ഡ് ഇവിടെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സൺഷെയ്ഡ് തുടങ്ങിയിട്ട് ദാറ്റ് മീൻസ് ഒരു ഫിൻ വാൾ വന്നിട്ട് റൈറ്റ് സൈഡിലേക്കാണ് സൺഷെയ്ഡ് പോയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മിറർ ഇമേജ് ആണ് ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ സൺഷെയ്ഡ് ഫിൻ വാൾ ഇങ്ങനെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സൺഷെയ്ഡ് പോകുന്ന രീതിയിൽ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടാമത് നമ്മൾ വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്യുക. അതൊരു നമ്മൾ ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് മൂവ് ബട്ടൺ സെലക്ട് ചെയ്യുക M. അതിനുശേഷം കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി വരും. തൽക്കാലം ഞാൻ ഇതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മിറർ ഇമേജ് ആണല്ലോ എനിക്ക് വേണ്ടത്. ലെഫ്റ്റിലേക്കല്ലേ ഞാൻ സൺഷെയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട്. നമ്മൾ മിറർ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസിന്റെ പാർട്ടിൽ ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത്. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫ്ലിപ്പിന്റെ ഭാഗത്ത് ഞാനിങ്ങനെ അല്ല ഈ ഫ്ലിപ്പിന്റെ ടൂൾ ഞാനിങ്ങനെ എടുത്തിട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പല ആക്സിസും ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒബ്ജക്റ്റിൽ വന്നിട്ടുണ്ട്. ഏത് ആക്സിസിലേക്കാണ് ഇത് ഫ്ലിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എനിക്കിത് ലെഫ്റ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യേണ്ട ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഈ റെഡ് കാണുന്ന ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതുപോലെ നേരെ അതിന്റെ ഓപ്പോസിറ്റ് വന്നു. ഇപ്പൊ ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരെ മറിച്ച് ഇവിടെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടോ, അതിനനുസരിച്ചല്ല ഓരോ ആക്സിസിലേക്കും നമ്മൾ ഫ്ലിപ്പ് ആവും. നമുക്ക് വേണ്ടത് റെഡ് ആക്സിസിലേക്കുള്ള ഒരു ഫ്ലിപ്പാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം സ്പേസ് ബാർ അടിച്ച് കഴിഞ്ഞാൽ അത് എക്സിറ്റ് ആവുന്നതാണ്. അതിനുശേഷം ഞാനിത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ പേസ്റ്റ് ചെയ്യണം. മൂവ് ബട്ടൺ നോക്കുന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡ്രാഗ് ചെയ്യുന്നു. കൺട്രോൾ ഞെക്കേണ്ട. കൺട്രോൾ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പിയാണ് വരിക. നമുക്കിത് ഈ ഒരു സെയിം എലമെന്റ് എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഞാൻ പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് അതെവിടെയാണോ അവിടെ
പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു അളവിൽ വന്നിട്ടുണ്ട്. ഒരു വിൻഡോന്റെ കറക്റ്റ് ഫ്ലഷ് ആയിട്ടും വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ചെറിയൊരു ലെങ്ത്തിന്റെ പ്രോബ്ലം ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം പുഷ് ചെയ്തിട്ട് ഇതിനോട് ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആ ഒരു വിൻഡോന്റെ സൈഡിൽ കൂടെ ഫ്ലഷ് ആയി പോയിട്ട് അതിനുശേഷം സൺഷെയ്ഡ് ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കൊടുത്ത ഒരു സൺഷെയ്ഡിന്റെ ഫിൻവാളിന്റെ നേരെ ഒരു റിവേഴ്സ് മിറർ ഇമേജ് ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ, അതായത് ഇവിടെ സ്റ്റെപ്പ് വരുന്നുണ്ട്, നമുക്ക് സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു റെക്ടാങ്കിളിന്റെ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ സ്റ്റെപ്പ് വരേണ്ട ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. അതിനുശേഷം 3 സ്റ്റെപ്പാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ സ്റ്റെപ്പിന്റെ റൈസർ 15 സെന്റിമീറ്റർ ആണ് വരിക. അപ്പോൾ ഇത് ടോട്ടൽ 45 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു 15 സെന്റിമീറ്റർ ടാപ്പ് മെഷർമെന്റ് ടൂൾ എടുത്തിട്ട് 15 മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ലൈൻ ടൂൾ എടുത്തിട്ട് അത് കണക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇത് ഏറ്റവും അടിയിലത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് 25+25 2 ത്രെഡ് ഉണ്ടാവും. 25+25, അപ്പോൾ അതിന് 50 സെന്റിമീറ്റർ ആണ് വരുന്നത്. 50 സെന്റിമീറ്റർ ടൈപ്പ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം 15 സെന്റിമീറ്ററിൽ വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. 15 മാർക്ക് ചെയ്യുക. അത് നമ്മൾക്ക് ഒരു റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്തിട്ട് അത് ഒരു സ്റ്റെപ്പ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗം ഒരു 25 സെന്റിമീറ്ററിലേക്ക് നമ്മൾ അത് പുഷ് ചെയ്യും. ഇപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും ഒരു സ്റ്റെപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് നമ്മൾ ഫൗണ്ടേഷൻ വീടിന്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഇതിന്റെ ഒരു ത്രെഡ് വരുന്നത് ഒരു 25 സെന്റിമീറ്ററും റൈസർ വരുന്നത് ഒരു 15 സെന്റിമീറ്ററും ആണ്. അപ്പോൾ 3 സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 45 സെന്റിമീറ്ററിന്റെ ഒരു ഹൈറ്റ് ഉള്ള ഒരു ഫൗണ്ടേഷനിലേക്ക് നമ്മൾ 15 വെച്ചിട്ട് കയറും. അപ്പോൾ ഇതിന്റെ ഒരു സ്റ്റെപ്പിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു ഗ്രൂപ്പ് ആക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഞാനൊരു ലെയർ ഇതിന് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഫ്രണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലെയർ കൊടുക്കുന്നു. ഫ്രണ്ട് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഫ്രണ്ട് സ്റ്റെപ്സ് എന്നിട്ട് ഈ ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട് സ്റ്റെപ്സിലേക്ക് അസൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബാക്ക് സൈഡിലും ഇതുപോലെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള സൺഷെയ്ഡ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് അടുത്ത ജോലി. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ അതിനുശേഷം അപ്പോൾ സൺഷെയ്ഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരേപോലത്തെ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കയറി വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ്ലി ത്രൂ ആയിട്ട് ഒരു ഇത് വന്നിട്ട് അതിനുശേഷം 2 സൈഡിലായിട്ടൊരു ഒരു ഫിൻ വാൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സൺഷെയ്ഡ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ വേറെ ഫിൻ വാൾസ് ഒന്നും കൊടുത്തിട്ടില്ല, ഇവിടെയും കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ഒരു ഇങ്ങനൊരു വ്യൂ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ മാത്രം ഒരു കുറച്ച് ഡിസൈൻ എലിമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇനിയിപ്പോൾ സൺഷെയ്ഡ്സ് കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട്. നോക്കിയാൽ അറിയാൻ പറ്റും, കംപ്ലീറ്റ്ലി സൺഷെയ്ഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഒഴിഞ്ഞ ഒരു ഫീല് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിസൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു പാരപ്പറ്റിനോട് കൂടി ജോയിൻ ആകുന്ന രീതിയിൽ ഒരു ഡിസൈൻ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടുത്തെ ഈ ഒരു ബ്ലാങ്ക് സ്പേസിന്റെ ഒരു ഫീല് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിസൈൻ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൽക്കാലം ഇതിന്റെ സെയിം അളവിലൊരു റെക്ടാങ്കിൾ വരയ്ക്കാണ്. അതിന് ഞാൻ എന്നിട്ട് മേലേക്ക് പുഷ് ചെയ്യുന്നു. അതിനുശേഷം ഒരു പാരപ്പറ്റിന്റെ ഹൈറ്റ് ഒരു 80 സെന്റിമീറ്ററിലേക്ക് കൂടി മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിനെ ഞാൻ ഗ്രൂപ്പ് ആക്കുകയാണ്. അതിനുശേഷം ഇവിടെ കൺട്രോൾ നിൽക്കുന്നതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു, മൂവ് ബട്ടൺ എടുത്തിട്ട് ഇവിടെയും ഞാൻ വെക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഈ സൺഷെയ്ഡ് ഇവിടം വരെയാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് കവറിങ് ഇല്ല. അപ്പോൾ നമുക്ക് മഴ പെയ്യുമ്പോഴും നനയാതിരിക്കാനൊക്കെ ആയിട്ട് സ്റ്റെപ്പിന്റെ മുകളിലേക്ക് ഒരു കവറിങ്, സൺഷെയ്ഡിന്റെ കവറിങ് കാര്യങ്ങൾ വേണം. സൺഷെയ്ഡ് അപ്പോൾ ഞാൻ തൽക്കാലം സൺഷെയ്ഡിന്റെ ഹൈറ്റിൽ, അതായത് 7 ഫീറ്റ് ഹൈറ്റിൽ ഒരു കവറിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ റൂഫ് തൽക്കാലം എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിസൈനിന്റെ ഒരു
രീതിക്ക് അനുസരിച്ച് ഒരു ഡിസൈനിന്റെ ഒരു മാറ്റത്തിനനുസരിച്ച് ആ ഒരു റൂഫ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം അപ്പോൾ ഈ ഒരു പോർഷൻ ഈ ഒരു ഭാഗം മാത്രമാണല്ലോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ഒരു റെക്ടാങ്കിൾ മാർക്ക് ചെയ്ത് കൊടുക്കണം, നമ്മൾ എവിടെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് പുഷ് ബട്ടൺ നോക്കിയിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ പുറമേക്ക് ഒരു കവറിങ് വന്നിട്ടുണ്ട്. നോക്കി അറിയാൻ പറ്റും, കവറിങ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കവറിങ്ങോട് കൂടി തന്നെ ഈ ഒരു പാരപ്പറ്റ് ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഡിസൈൻ ഒരു രസം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ വയ്ക്കുന്നു, അതിന് ശേഷം ഈ ഒരു പോർഷൻ വയ്ക്കുന്നു, അതിനുശേഷം അതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഒരു പാരപ്പറ്റ് എന്നുള്ള രീതിയിൽ ഒരു ബ്ലോക്ക് വർക്ക് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ സൈഡുകളിലേക്കാണ് നമുക്ക് ഇനി പാരപ്പറ്റ് കൊണ്ടുവരേണ്ടത്. ആ പാരപ്പറ്റ് നമുക്കൊരു പ്രത്യേക ഒരു ഡിസൈൻ നോക്കിയിട്ട് നമുക്ക് ആ പാരപ്പറ്റ് നമുക്ക് ഇവിടെ വെക്കാം. ഇപ്പോൾ ഒരു വീടിന്റെ ലുക്ക് ഏകദേശം മാറി വരുന്നുണ്ട്. സൺഷെയ്ഡ് വന്നു, മുകളിലേക്ക് ഒരു ഡിസൈൻ വന്നു. ഇനി പാരപ്പറ്റും കൂടി നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാരപ്പറ്റ് എന്ന് പറയുന്നത് ഒരു റെയിലിന്റെ ഒരു ഡിസൈനിലാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പൈപ്പ്സ് പോലെ പോകുന്ന രീതിയിൽ ഇടവിട്ട് ഗ്യാപ്പ് ഉള്ള ഒരു ഇതിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കോർണറിൽ ഒരു ബ്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. 20,20 എന്ന സൈസിലൊരു ഇതാണ്. അതിന് ഞാൻ മുകളിലേക്ക് 80 സെന്റിമീറ്ററിലേക്ക് പുഷ് ചെയ്യുന്നു. അതിന് മുന്നായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്ന് ഗ്രൂപ്പാക്കി വെക്കുക. നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അതിന്റെ കോപ്പി എടുത്തുകൊണ്ട് ഗ്രൂപ്പാണ്. ഇതും ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ആക്കാൻ അങ്ങനെ വിട്ടു പോകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ആക്കി വെക്കുക. ഇപ്പോൾ നമ്മളിത് വെച്ചത് ഗ്രൂപ്പ് ആക്കി വെക്കുക. അതിന് ശേഷം ഇതിന്റെ ഒരു സൈസ് കുറച്ചും കൂടി ഒന്ന് കൂട്ടിയാൽ ബെറ്റർ ആയിരുന്നു കാണാൻ എന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് നമുക്ക് ഒരു 20 സെന്റിമീറ്റർ കൂടി ഒന്ന് കൂട്ടി നോക്കാം. 20 സെന്റിമീറ്റർ, ഇപ്പോൾ ടോട്ടൽ ഒരു 40 സെന്റിമീറ്റർ ആയിട്ടുണ്ട്. അപ്പോ ഇത് എൻ്റെ ഈ ഒരു എലമെന്റിൽ നിന്നും ഈ ഒരു എലമെന്റിലേക്ക് ഒരു പൈപ്പ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ സെയിം വിഡ്ത്ത് തന്നെ ഇവിടെ വരണം. അപ്പൊ നമുക്കൊന്ന് ടേപ്പ് മെഷർമെന്റ് ടൂൾ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്ര ഒരു പോർഷനിൽ ഇത് പിന്നെയും എക്സ്റ്റെൻഡ് ആയി വരണം. അപ്പൊ നമുക്കതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യുന്നു, ഇതിന് പുഷ് ചെയ്യുന്നു, ഇങ്ങോട്ട് തന്നെ ഈ ഒരു അളവിൽ പുഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ അളവിൽ പുഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. ഓക്കെ, ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഞാൻ അതിനെ കുറച്ചും കൂടി ഈ ഒരു പോർഷനിലും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഇവിടേക്ക് ഒരു 20 സെന്റിമീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു 20 സെന്റിമീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഓക്കെ, ഏകദേശം ഒരേപോലെ ഉണ്ട്. അതിനുശേഷം ഞാനിതിൻ്റെ രണ്ട് എലമെന്റ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു പൈപ്പ് ഇവിടെ വരയ്ക്കുകയാണ്. ഇത് കറക്റ്റ് സെൻട്രൽ പോർഷനിൽ നിന്ന് ഈ ഒരു പോർഷനിലെത്തിയപ്പോൾ ഒരു 1.5 സെന്റിമീറ്റർ ഡയയിൽ ഒരു സർക്കിൾ ഞാൻ വരച്ചു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിനെ ഞാൻ പുഷ് ചെയ്തിട്ട് നമുക്ക് ടച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ഞാനൊരു ഗ്രൂപ്പ് ആക്കുകയാണ്. ഗ്രൂപ്പാക്കി അതിന് ഞാൻ ഒരു കോപ്പി എടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് കോപ്പി എടുത്തു, /3 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 കോപ്പി വരും. മൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഞെക്കുക, അടിയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. /3 അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് കോപ്പി വേണ്ടത് / അത്രയും നമ്പർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കോപ്പീസ് അവിടെ വരുന്നതായിരിക്കും.
ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ മൊത്തത്തിൽ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇതൊരു ഗ്രൂപ്പ് ആയിട്ടുണ്ട്, ഇതൊരു ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ ഇനി ഞാൻ ഇവിടെയും ഇതേപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ എല്ലാത്തിനെയും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മൂവ് ബട്ടൺ ഞെക്കുന്നു, കൺട്രോൾ ഞെക്കുന്നു, അതിന്റെ ഒരു കോപ്പി ഇങ്ങോട്ട് എടുക്കുന്നു. അതിനുശേഷം അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു കോപ്പിയും കൂടി നമുക്ക് ഇതിനെ ഇങ്ങോട്ട് എടുക്കാം. ഒരു കോപ്പി എടുക്കുന്നു, കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതേ ലെഫ്റ്റ് സൈഡിലുള്ള അതേ മോഡൽ തന്നെ റൈറ്റ് സൈഡിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഞാനിതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും, അതായത് ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ്, ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ്, അതുപോലെ തന്നെ നമ്മൾ ഈ സർക്കുലർ പൈപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും എടുത്തിട്ട് അതിനെ മൊത്തത്തിൽ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു കോപ്പി ഞാൻ റൈറ്റിലേക്ക് എടുക്കുകയാണ്. അതിനുശേഷം ഞാനത് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ വയ്ക്കുന്നു. ഒന്നും കൂടി എടുക്കുന്നു. ഇവിടെ പ്ലേസ് ചെയ്തു. ഇതിന്റെ നടുക്ക് വരുന്ന ഭാഗത്ത് ഞാൻ ഈ പൈപ്പിന്റെ ഡിസൈൻ നിൽക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആക്കി സ്ഥിതിക്ക് ഞാൻ പൈപ്പ് മാത്രമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യണം. അപ്പൊ എക്സ്പ്ലോഡ് ചെയ്തു. അതിനുശേഷം പൈപ്പ് മാത്രം സെലക്ട് ചെയ്തു, ബട്ടൺ ഞെക്കുന്നു, അതിന്റെ ഒരു കോപ്പി എടുക്കുന്നു. അതിനുശേഷം അതിനെ പിന്നെയും ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം മൂവ് ബട്ടൺ ഞെക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. അതിപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് അടിയിലേക്ക് ഓക്കെ അതിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ടച്ച് ആവുന്ന രീതിയിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ വയ്ക്കുന്നു. അതിനെ സ്കെയിൽ ചെയ്യുന്നു. സ്കെയിൽ ചെയ്തിട്ട് അതിനെ കറക്റ്റ് ഈ ഒരു കോർണറിലേക്ക് പറ്റുന്ന രീതിയിൽ, അതായത് ഈ ഒരു എൻഡ് വരെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എൻഡ് വരെ പറ്റുന്ന രീതിയിൽ ഞാൻ സ്കെയിൽ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു പാരപ്പറ്റ് ഡിസൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെയിം ലെങ്ത് തന്നെയാണ്, ദാറ്റ് മീൻസ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സെയിം ലെങ്ത് തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ നമുക്ക് അതിനെ എല്ലാത്തിൻ്റെ ഒരു കോപ്പി നമുക്ക് എടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡിലേക്ക് അത് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സെലക്ട് ചെയ്തു. അതിനുശേഷം മൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കോപ്പി ചെയ്തു, കൺട്രോൾ ഞെക്കുന്നു, കോപ്പി ചെയ്തു. ഈ ഒരു കറക്റ്റ് സ്നാപ്പ് കിട്ടുന്ന രീതിയിൽ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് തന്നെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാരപ്പറ്റിന്റെ ഡിസൈൻ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു പാരപ്പറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ടൂൾസ് വെച്ച് എങ്ങനെയൊക്കെ മോഡൽ ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഒരു സിമ്പിളായൊരു ഡിസൈൻ ഇപ്പോൾ കൊടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മുൻഭാഗത്തെ സെയിം സംഭവം തന്നെ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കുകയാണ്. കൂടുതൽ ഡിസൈനിങ് വർക്കിലേക്ക് നിൽക്കുന്നില്ല. എനിക്കിത് നിങ്ങളുടെ ഒരു എങ്ങനെയാണ് ചെയ്യുക എന്ന് കാണിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ അധികം ഡിസൈൻ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കറക്റ്റ് കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ,
ഓക്കെ, അപ്പോൾ അതും ഇതുപോലെ തന്നെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഡിസൈൻ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെറസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരേപോലത്തെ ഒരു ഡിസൈനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുമ്പോൾ ചോദിക്കാം, ഇതിന്റെ ഓപ്പൺ ടെറസിലേക്ക് കയറേണ്ട ഭാഗം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതില് ഓപ്പൺ ടെറസിലേക്ക് കയറാനായിട്ട് സ്റ്റെയർ ഇത് മുന്നേ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സ്റ്റെയർ കേസ് നമുക്ക് ഇവിടുന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കാം. അപ്പം അതിനനുസരിച്ചുള്ള ഡിസൈൻ ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ നിന്നൊരു സ്റ്റെയർ ഇങ്ങനെ കയറി ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഒരു ഓപ്പണിങ്ങിന് ക്രോസ് ആയിട്ട് പോകാത്ത രീതിയിൽ എവിടെയാണോ അതിനൊരു സ്പേസ് കിട്ടുന്നത് അവിടെ നമുക്കത് പ്ലാൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് എവിടെയാണോ അതിനനുസരിച്ച് അവിടെ ഒരു ഓപ്പണിങ് ഇട്ടിട്ട് ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. തൽക്കാലം നമ്മളിപ്പോൾ ഈ ഒരു വ്യൂവിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ റെൻഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യൂവിൽ വരുന്ന എല്ലാ കാര്യങ്ങളും മോഡൽ ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പാരപ്പറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിധപ്പെട്ട ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ കാര്യങ്ങളെല്ലാം, അതായത് ഡിസൈൻ എലമെന്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിൻഡോസ് വെക്കുകയാണ്, ഡോർസ് വെക്കുകയാണ്. പിന്നെ ഇതിൽ ഓരോ കാര്യങ്ങൾക്കും ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്ത് കൊടുക്കലൊക്കെയാണ്. അപ്പോൾ അത് എന്തായാലും ഞാൻ അടുത്തൊരു ഫൈനൽ പാർട്ട് വീഡിയോയിൽ അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മോഡലിംഗ് കംപ്ലീറ്റ് കാര്യങ്ങൾ അതോടുകൂടി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടും കൂടി ഇതിനുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത പാർട്ടിൽ കംപ്ലീറ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അതിൽ ഇനിയിപ്പോൾ വരുന്നത് ഡോർസ് ആൻഡ് വിൻഡോസ് വെക്കുന്നു, മെറ്റീരിയൽസ് അസൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ പുറത്ത് വരുന്ന ചില ചെറിയ ചെറിയ ഡിസൈൻസ്, കോമ്പൗണ്ട് വാൾ, അതുപോലെ തന്നെ ടൈൽസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ റെൻഡർ ചെയ്യാണ്, അതൊരു ഫോട്ടോ റിയലിസ്റ്റിക് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ലുമിയോൺ ആണ്. ലുമിയോണിൽ വെച്ചിട്ടാണ് ഇത് റെൻഡർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് മോഡൽ ചെയ്തതിന് ശേഷം ലുമിയോണിൽ എങ്ങനെ അത് റെൻഡർ ചെയ്ത ഒരു ഫോട്ടോ പോലത്തെ ഒരു ഔട്ട്പുട്ട് എടുക്കാം എന്നുള്ളത് അടുത്ത വരുന്ന വീഡിയോസിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.